ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അനന്തരം അവർ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കാണുന്നത് വിശുദ്ധ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ദൈവത്തോട് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്ന അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. അങ്ങനെ ആ ക്ഷമ എന്ന വലിയ പുണ്യം അവിടെ പ്രകാശിതമാകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപയാണ്, ദാനമാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഫലങ്ങളിൽ ഒന്നാണ്. പരിശുദ്ധാത്മാവ് തരുന്ന ഫലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. ആ ഫലം കിട്ടിയവർക്ക്, പരിശുദ്ധാത്മാവ് തരുന്ന ക്ഷമയുടെ ഫലം, ക്ഷമയെന്ന വലിയ കൃപ ലഭിച്ചവർക്കാണ് ഇപ്രകാരം മരണത്തിന്റെ നിമിഷത്തിൽ പോലും തന്നെ കൊല്ലാൻ വരുന്നവരോട്, തന്നെ വളരെയധികം പീഡിപ്പിക്കുന്നവരോട് ഇതുപോലെ ഹൃദയം തുറന്ന് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 50:20 നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. അതെ, ആരും നമുക്കിട്ട് തിന്മ ചെയ്താലും ആരും നമ്മളെ ദ്രോഹിച്ചാലും അത് നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അത് ചെയ്തത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പന്തക്കുസ്തിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ, ഈ ക്ഷമ എന്ന വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തരുന്ന ക്ഷമയിലൂടെ എല്ലാം മറക്കാം, ദൈവത്തിന്റെ മഹത്വം ദർശിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.